السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأتباعه أجمعين. أما بعد فأوصيكم وإياي أولا بتقوى الله. ബഹുമാന്യരായ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളവറുകളെ, മറ്റു സമുന്നത വ്യക്തിത്വങ്ങളെ, പൗരപ്രമുഖരെ, സംഘടനാ ഭാരവാഹികളെ, രക്ഷാകർത്താക്കളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഇസ്ലാമിൻ്റെ ജീവനായ വിജ്ഞാനവുമായി ബന്ധപ്പെട്ട ഒരു സംരംഭമാണ്. വിജ്ഞാനത്തിന് ഇസ്ലാം വളരെ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കേവലം വിജ്ഞാനമല്ല, വിജ്ഞാനത്തിന് അനുസൃതമായ സംസ്കരണവും. അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത. കേവലമായൊരു വിദ്യാഭ്യാസം, അധ്യാപനം എന്ന ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിലില്ല. കാരണം കേവലമായ പഠനമാണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ ഇന്നത്തെ ലോകത്തുള്ള വിദ്യാഭ്യാസം പോലെയാകും. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ സംസ്കാര സമ്പന്നനാകണം. സംസ്കാരമില്ലാതെ കേവലം സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി, ജോലി കിട്ടാൻ വേണ്ടി പഠിച്ചാൽ അതിൻ്റെ ഗുണമൊന്നും മനുഷ്യനിൽ ഉണ്ടാവുകയില്ല. വലിയ വലിയ പ്രൊഫസർമാർ, ഡോക്ടർമാർ, എൻജിനീയർമാർ, വൈസ് ചാൻസലർമാർ, ചാൻസലർമാർ, പ്രൊഫസർമാർ തുടങ്ങിയ ആളുകളൊക്കെ സാംസ്കാരിക ച്യുതിക്ക് വിധേയമാകുന്ന അതീവ ദയനീയമായ കാഴ്ചയാണ് നാം കാണുന്നത് നമ്മുടെ നിലവിലുള്ള ലോകത്ത്. ലോകത്തെ ഒന്നാമത്തെ മനുഷ്യൻ എന്ന് ജനങ്ങൾ വിചാരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് വരെ കഴിഞ്ഞ ടൈമിൽ അവസാനം കാട്ടിക്കൂട്ടിയതൊക്കെ നമ്മൾ കേട്ട ആളുകളാണ്. പിന്നെ അയാൾ പ്രസിഡൻ്റായി. ഇസ്ലാം പറയുന്നത് വിജ്ഞാനം കൈമാറണം, എന്നിട്ട് തദനുസൃതമായ സംസ്കരണത്തിന് മനുഷ്യൻ വിധേയമാകണം. അതാണ് പ്രവാചകന്മാരെ പറ്റി, പ്രത്യേകിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുന്നിടത്ത് നബി ജനങ്ങൾക്ക് വിജ്ഞാനം കൈമാറും, തദനുസൃതമായ സംസ്കരണത്തിന് അവരെ വിധേയരാക്കും. യുഅല്ലിമുഹുമുൽ കിതാബ യുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. ഒന്നിലധികം സ്ഥലത്ത് കാണാം. ഇതിൻ്റെ താല്പര്യം ഇതാണ്: പഠിപ്പിക്കും, പഠിപ്പിക്കപ്പെടുന്ന അറിവിനനുസരിച്ച് അവരെ സംസ്കാര സമ്പന്നരാക്കും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ഉന്നതമായ സംസ്കാരത്തിൻ്റെ ഉടമയായിരുന്നു. അത് വിശദീകരിക്കാൻ കൂടെ സമയമില്ല. അതാണ് ഖുർആൻ ഒരു കൊച്ചു സൂക്തത്തിൽ പറഞ്ഞത്, വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. മഹത്തായ സൽസ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു അങ്ങ്. വേറൊരിടത്ത് പറഞ്ഞത്, വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലൻഫദ്ദൂ മിൻ ഹൗലിക്. തങ്ങൾ പരുഷഹൃദയനായിരുന്നുവെങ്കിൽ ജനങ്ങളോട് ഹൃദ്യമായി സംസാരിക്കാനും സംവദിക്കാനും ഇടപഴകാനും കഴിവുള്ള ആൾ ആയിരുന്നില്ലെങ്കിൽ ലൻഫദ്ദൂ മിൻ ഹൗലിക്, ജനങ്ങളൊക്കെ അങ്ങയുടെ ചുറ്റുപാട് നിന്നും പിരിഞ്ഞു പോയേനെ എന്നാണ് പറഞ്ഞത്. പിരിഞ്ഞു പോയില്ല. ആളുകൾ ഇങ്ങോട്ട് വരിക, ഇത് വരാൻ വേണ്ടി തിരക്ക് കൂട്ടുകയായിരുന്നു ചെയ്ത്. അറേബ്യൻ ഉപദ്വീപിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്നു. യാത്രാ സൗകര്യങ്ങളില്ലാത്ത കാലത്ത്, വഴിയിൽ ഹോട്ടലുകളോ ചായപ്പീടികളോ ഇല്ലാതിരുന്ന കാലത്ത് എല്ലാവിധ സാഹസങ്ങളും സഹിച്ച് ആളുകൾ മദീനയിലെ പള്ളിയിലേക്ക് വന്നു. അതാണ് സാംസ്കാരിക സവിശേഷതയുടെ അനിഷേധ്യമായ ലക്ഷണം. നമ്മുടെ മക്കളും അങ്ങനെയാകണം. പുതിയ തലമുറയും അങ്ങനെ വളർത്തപ്പെടണം. അതിനാണ് മനുഷ്യൻ്റെ മക്കളെ വളർത്താൻ വലിയ നീണ്ട കാലഘട്ടം അള്ളാഹു നിശ്ചയിച്ചത്. 15 കൊല്ലം 20 കൊല്ലം നമ്മുടെ മക്കളെ നമ്മുടെ സംസ്കരണത്തിൽ, സംരക്ഷണത്തിൽ വളർത്തുകയാണ്. നമ്മുടെ സംരക്ഷണത്തിൽ അവരെ വളർത്തുകയാണ് 15-20 കൊല്ലം. +2 പഠിക്കുമ്പോൾ അവന് വയസ്സ് 17, ഡിഗ്രി ഫൈനലിന് പഠിക്കുമ്പോൾ വയസ്സ് 20. ബസ്സിന് പൈസ കൊടുക്കുന്ന ബാപ്പയാണ്, ഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കുന്ന ബാപ്പയാണ്, മറ്റെല്ലാ യൂണിഫോമും തയ്യാറാക്കി കൊടുക്കുന്ന ബാപ്പയാണ്, അല്ലെങ്കിൽ ബാപ്പാൻ്റെ സ്ഥാനത്തുള്ള ആളാണ്.
ഇത്ര നീണ്ട ഒരു ഡ്യൂറേഷൻ ഇതിന് അള്ളാഹു നിശ്ചയിച്ചത് വെറുതെ അല്ല. മനുഷ്യപുത്രന്മാർ, മനുഷ്യൻ്റെ മക്കൾ, പുതിയ തലമുറയുടെ അംഗങ്ങൾ അതീവ സൂക്ഷ്മമായി വളരെ വ്യവസ്ഥാപിതമായി സംരക്ഷിക്കപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും വളർത്തപ്പെടുകയും വേണം എന്നതിനാണ്. അൽഹംദുലില്ലാഹ് സ്മാർട്ട് റീഡ് അക്കാദമി ആ രംഗത്ത് വളരെ വലിയ സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാനിവിടെ അനുസ്മരിക്കുക. 41 വർഷമായി ദാറുൽ ഹുദ ഈ രംഗത്ത് പുതിയൊരു അധ്യായം രചിച്ചുകൊണ്ടിരിക്കുകയാണ്. 1986 ഹിജറ വർഷം 1406 ദാറുൽ ഹുദയിൽ പഠനം തുടങ്ങിയ കാലത്ത് കേരളത്തിൽ ഒരുപാട് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ദാറുൽ ഹുദ തുടങ്ങിയത്. അതിൻ്റെ ഭൂമി വരെ സൃഷ്ടിച്ചെടുക്കപ്പെടുകയായിരുന്നു. അക്ബറാജ് ഇവിടെ അനുസ്മരിച്ചു, ദാറുൽ ഹുദ നിലകൊള്ളുന്ന സ്ഥലത്ത് വേനൽക്കാലത്ത് പോലും വെള്ളം കെട്ടി നിന്നിരുന്ന സ്ഥലമാണ്. പുതിയ ഭൂമി ഉണ്ടാക്കിയെന്നർത്ഥം. 70,000 ലോഡ് മണ്ണ് ഫില്ല് ചെയ്ത സ്ഥലത്താണ് ദാറുൽ ഹുദയുടെ ഭൂമി. ദാറുൽ ഹുദ നിലകൊള്ളുന്നത് അവിടെയാണ്. അൽഹംദുലില്ലാഹ് 12 കൊല്ലത്തെ വിദ്യാഭ്യാസമാണ് ദാറുൽ ഹുദയിലുള്ളത്. 12 കൊല്ലം കഴിഞ്ഞ് 1986 തുടങ്ങി 98 ആദ്യ ബാച്ച് ഡിഗ്രി എടുത്ത് പുറത്തിറങ്ങി. 3500-600 യുവ പണ്ഡിതന്മാർ ഇതിനകം പുറത്തിറങ്ങി. അവർ ഓസ്ട്രേലിയയിലുണ്ട്, ആഫ്രിക്കയിലുണ്ട്, ഏഷ്യയിലുണ്ട്, യൂറോപ്പിലുണ്ട്, അമേരിക്കയിലുണ്ട്. ഇന്ന് അവിടങ്ങളിലൊക്കെ അവർ പൂർണ്ണമായോ ഭാഗികമായോ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്. കേരളത്തിന് പുറത്ത് വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇന്ത്യ രാജ്യത്തിന് പുറത്ത് വിവിധ രാഷ്ട്രങ്ങളിലും 25-ലേറെ രാഷ്ട്രങ്ങളിൽ ഹുദവികളുടെ സേവനങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഷാർജയിൽ നടക്കുന്ന സ്മാർട്ട് റീഡ് അക്കാദമി. കുട്ടികൾ സംസ്കാര സമ്പന്നരായി വളരാൻ മാതാപിതാക്കളാണ് ആദ്യമായി ബദ്ധശ്രദ്ധരാകേണ്ടത്. എൻ്റെ മകൻ, എൻ്റെ മകൾ സംസ്കാരമുള്ളവനാകണം, സദാചാര സൽസ്വഭാവ ശീലങ്ങൾ അവൻ്റെ മുഖമുദ്രയാകണം എന്ന് മാതാപിതാക്കൾ ദൃഢനിശ്ചയം ചെയ്തിരിക്കണം. പ്രത്യേകിച്ച് ഈ കാലത്ത് അങ്ങനെ നമ്മൾ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്ന് സൂക്ഷ്മ നിരീക്ഷണം നടത്തിയെങ്കിൽ മാത്രമേ കുട്ടികൾ നന്നാവുള്ളൂ. കുട്ടികൾ നന്നായാലോ ദുനിയാവിലും ആഖിറത്തിലും അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ആഖിറത്തിൽ ചെല്ലുമ്പോൾ നമ്മളും മക്കളും പേരക്കുട്ടികളും വല്യാപ്പാരൊക്കെ ഒരു സ്വർഗത്തിലായിരിക്കും. അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്, വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. സത്യവിശ്വാസത്തിൻ്റെ പന്ഥാവിൽ മാതാപിതാക്കളും വല്യാപ്പാർ മേലോട്ട് താഴോട്ട് കുട്ടികൾ പേരക്കുട്ടികൾ ഒരേ പന്ഥാവിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവരെ ഒരു സ്വർഗത്തിൽ നാം ആക്കും. അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈ. കാരണം അവരെല്ലാവരും ഈ സ്വർഗത്തിൽ താമസിക്കാൻ പര്യാപ്തമായ രീതിയിലാണ് വളർന്നു വലുതായി ജീവിച്ച് ജീവിതം അവസാനിപ്പിച്ച് പരലോകത്തേക്ക് വന്നത്. അതുകൊണ്ട് അവരുടെ ആ സൽപന്ഥാവിൻ്റെ ഗുണഫലങ്ങൾ നാം കുറച്ച് കളയുകയില്ല, നശിപ്പിച്ച് കളയുകയില്ല, നഷ്ടപ്പെട്ടു പോവുകയില്ല. അത് കുല്ലും ഇംബിമാ കസബ റഹീൻ. അതുകൊണ്ട് ഇത് നമ്മുടെ കുട്ടികളുടെ ജീവിതം ആരംഭിക്കുന്ന ചെറുപ്പകാലത്ത് KG വിദ്യാഭ്യാസകാലം, LP വിദ്യാഭ്യാസകാലം, UP വിദ്യാഭ്യാസകാലം, ഹൈസ്കൂൾ വിദ്യാഭ്യാസകാലം, ഇതൊക്കെ വളരെ പരിഗണനീയമായ ഡ്യൂറേഷൻസാണ്, കാലഘട്ടങ്ങളാണ്. ടീനേജ് വിജയകരമായി തരണം ചെയ്യാൻ കഴിയണം നമ്മുടെ മക്കൾക്ക്. കാരണം ഫിത്നയുടെയും ഫസാദിൻ്റെയും ലോകത്താണ് നമ്മുടെ മക്കൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രക്ഷാകർത്താക്കളും പിന്നീട് ഗുരുനാഥന്മാരും ബന്ധുക്കളും വേണ്ടപ്പെട്ട ആളുകളുമൊക്കെ കുട്ടികളുടെ സന്മാർഗനിഷ്ഠമായ ജീവിതത്തിൽ ബദ്ധശ്രദ്ധരായിരിക്കണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. അള്ളാഹു നമ്മെയും നമ്മുടെ മക്കളെയുമൊക്കെ ഇഹപര വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. മക്കളെ കൊണ്ട് കൺകുളിർക്കുകയും സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന രക്ഷാകർത്താക്കളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.